ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സജൂസ് ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നല്ലൊരു റീഫ്രഷിങ് ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത്രയും സാധനങ്ങളൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒരു 3 ലെമൺ ഒരു മിക്സിയുടെ ജാറിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ലെമൺ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് പാലെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പകുതി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. പാല് നന്നായിട്ട് തണുത്ത പാലായിരിക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ പാലും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഈ ജ്യൂസിന് നല്ലൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് പുതിനയില നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ ഒന്ന് ഞെരടിയിട്ട് നമ്മൾ ജ്യൂസ് പകർത്താനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം 2 കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ആ പുതിനയുടെ ആ ഫ്ലേവറൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റീഫ്രഷിങ് ഡ്രിങ്കാണ് ഇത്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ടയേർഡായിരിക്കുന്ന സമയമൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു ഉന്മേഷം കൈവരുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസ് ആയി കിട്ടുള്ളൂ. ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.